തമിഴാണ് പറയുന്നത്. ഗോ സ്ട്രൈറ്റ് എന്നല്ലാതെ വേറെ ഒന്നും അവർ പറഞ്ഞു തരുന്നില്ല. ഇതെന്ത് മത്തനാ? സാധാ മത്തൻ സാധാ മത്തൻ. മൂന്നാറിൽ തന്നെയാണ്. മൂന്നാറിൻ്റെ മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെ വെറുതെ ഒന്ന് വൈകുന്നേരം നടക്കാമെന്ന് വിചാരിച്ചു. മൂന്നാർ ടൗണും അതുപോലെ മൂന്നാർ മാർക്കറ്റും ഒക്കെ ആയിരിക്കും ഈ ഒരു എപ്പിസോഡിലുണ്ടാവുക. മൂന്നാറിൻ്റെ 2 എപ്പിസോഡുകൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. അത് കാണാത്തവർ അതൊന്ന് പോയി കാണുക. അടിപൊളി വീഡിയോ ആണ്, അടിപൊളി വ്യൂസാണ്. ടോപ്പ് സ്റ്റേഷൻ്റെ വീഡിയോസ് ഉണ്ട്, അതുപോലെ തന്നെ മൂന്നാറിൻ്റെ കുറച്ച് ഭാഗങ്ങളടങ്ങിയ ഒരു എപ്പിസോഡ് കൂടെ, അങ്ങനെ 2 വീഡിയോസാണുള്ളത്. നമുക്ക് ഇന്ന് മൂന്നാറിൻ്റെ മാർക്കറ്റിൻ്റെ ഉൾവശങ്ങളും അതുപോലെ ടൗണൊക്കെ ഒന്ന് ചുറ്റി കാണാം. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മൂന്നാർ സന്ദർശിച്ചതാണ്. അപ്പോഴുണ്ടായിരുന്ന തിരക്കിൻ്റെ പകുതിയിലും താഴെ, അല്ലെങ്കിൽ ഒരു 25% മാത്രമാണ് ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഉള്ള തിരക്ക്. അന്നൊക്കെ നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും വിദേശികളുണ്ടായിരുന്നു. വൈകുന്നേരം ഏകദേശം 5 മണിയാണ് ഇപ്പോൾ സമയം. ഈ മൂന്നാർ മാർക്കറ്റിൻ്റെ ഉൾവശത്തേക്ക് കയറിയാൽ തന്നെ നമുക്കറിയാം COVID-19 എത്രത്തോളം മൂന്നാറിൻ്റെ ടൂറിസം മേഖലയെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. ആഭ്യന്തര ടൂറിസം ഏകദേശം ഉണർന്നു എങ്കിലും വിദേശികളുടെ കുറവ് നന്നായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയും. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നപ്പോൾ നമുക്ക് അവിടെയും ഇവിടെയൊക്കെ വിദേശികളെ കാണുമ്പോൾ ഒരു വിദേശ മാർക്കറ്റിലൂടെ നടക്കുന്നൊരു ഫീലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ വിദേശികൾക്ക് വേണ്ടി കേരള സാരിയും ഹാൻഡിക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങളൊക്കെ ആയിരുന്നു ഇതുപോലെ പുറത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് അതൊന്നും കാണാൻ തന്നെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഈ വട്ടവടിയും കാന്തല്ലൂരൊക്കെ അടുത്തായതുകൊണ്ട് ഫ്രഷ് വെജിറ്റബിൾസ് എല്ലാ സ്റ്റാളിലും ഒരേ പ്രോഡക്റ്റ്സ് ആട്ടോ. ഇതെന്ത് മത്തന? സാധാ മത്തന? മത്തൻ സാധാ മത്തൻ സാധാ അല്ലേ? ഇതൊക്കെ
ചെറിയ മത്തൻ ഉണ്ടല്ലോ, നമ്മളുടെ നാട്ടിലൊന്നും കാണാറില്ല കേട്ടോ. എല്ലാ ഷോപ്പിലും ഒരേ പ്രോഡക്റ്റ് ആട്ടോ. പിന്നെ അതിന് മാത്രം ബിസിനസ് ഇവിടെ ഒരു ആളുകളുടെ തിരക്കൊന്നുമില്ല. പക്ഷെ എല്ലാം ഫ്രഷാണ്. ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും ഫ്രഷ് സാധനങ്ങൾ. കാലാണ് ബാ. ഫിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മാർക്കറ്റ് കാണാൻ പറ്റിയില്ല കേട്ടോ. ആ ചെറിയൊരു മീൻകട മാത്രമാണ് കണ്ടത്. പക്ഷേ ഞാനൊരു 4-5 വർഷം മുമ്പ് ഇവിടെ വലിയൊരു മീറ്റ് മാർക്കറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. നമുക്ക് തമിഴാണ് പറയുന്നത്. ഗോ സ്ട്രൈറ്റ് എന്നല്ലാതെ വേറെ ഒന്നും അവർ പറഞ്ഞു തരുന്നില്ല. മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയുള്ള അവസ്ഥ എന്നാണ് കേട്ടോ. വളരെ ശാന്തമാണ്, യാതൊരുവിധ തിരക്കുമില്ല. ടൂറിസ്റ്റുകൾ ഇല്ല എങ്കിൽ മൂന്നാറും ഇല്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം മൂന്നാർ വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, തിരക്ക് വളരെ കുറവാണ്. ബ്ലോക്കും ഒരു പരിധിവരെ ഞായറാഴ്ച ഒഴികെ ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം കുറവാണെന്നാണ് പറഞ്ഞത്. രണ്ട് സൈഡിലും ഒരുപാട് ബിൽഡിങ്ങുകളും സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം, ടൂറിസ്റ്റ് ഹോമുകളും മറ്റൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ റേറ്റും താരതമ്യേന ഇപ്പോൾ കുറവായിരിക്കും. മൂന്നാർ ടൗണത്തെ ഒരു ഇരുമ്പ് പാലാണ്. നമ്മൾ 4 വർഷം മുമ്പൊക്കെ എന്തോരം വിദേശികളായിരുന്നു. നമ്മളിതിലൂടെ നടക്കുമ്പോൾ നമ്മളെ മലയാളികൾ എത്രയുണ്ടോ അതിൻ്റെ ഏകദേശം ഒരു 50 അല്ലെങ്കിൽ 25% വിദേശികളും ഉണ്ടാവും. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഒരാൾ പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടൂറിസം മേഖല ഒരു പരിധിയിലും താഴെ വളരെ ഡള്ളുമാണ്. നമുക്ക് ഈവനിങ്ങൊക്കെ ഇതിലൂടെ നടക്കുമ്പോൾ വിദേശികളെ കണ്ടിങ്ങനെ പോകുമ്പോൾ നമുക്ക് വേറൊരു ഫീലാണല്ലോ നമ്മുടെ നാട്ടിൽ വിദേശികൾ വന്ന് കാണുമ്പോൾ. എന്തായാലും 2-3 ദിവസമായിട്ട് മൂന്നാർ തന്നെയായിരുന്നു. ഇന്ന് മൂന്നാർ വിടാണ്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഈ ടൗണ് കൂടെ ഒന്ന് ചുറ്റുക, അതുപോലെ മാർക്കറ്റൊക്കെ ഒന്ന് ചുറ്റുക എന്ന് വിചാരിച്ചു. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.